ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊളിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ ഒഡീഷ സ്വദേശി ചന്തു നായിക്ക് ഇനി മോഹൻലാലിനൊപ്പം അഭിനയിക്കും എന്ന കാര്യമാണ് എല്ലാ പ്രേക്ഷകരെയും ഒന്ന് അതിശയിപ്പിച്ചത്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമയിലാണ് ചന്തു മോഹൻലാലിനൊപ്പം അഭിനയിക്കുക. മലയാള സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹവുമായി 3 വർഷം മുമ്പ് ഒഡീഷ സ്വദേശിയായ ചന്തു കേരളത്തിൽ എത്തിയത്. ഒരു റിയാലിറ്റി ഷോയിൽ വിജയി ആയതോടെയാണ് ചന്തുവിന് അഭിനയമോഹം വന്നത്. സൽമാൻ ഖാനൊപ്പം 2 സിനിമകളിൽ ചന്തു അഭിനയിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് മലയാള സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹം വരികയും കേരളത്തിലേക്ക് എത്തുകയുമായിരുന്നു. ചുള്ളിക്കൽ നസ്രത്തിലുള്ള ചായക്കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇതിനിടെ കുട്ടനാട്ടിൽ ചിത്രീകരിച്ച ഒരു ഷോർട്ട് ഫിലിമിൽ ചന്തു പ്രധാന വേഷത്തിൽ അഭിനയിച്ചു. ഹൃദയപൂർവ്വം ചിത്രത്തിൽ ഹോട്ടലിലെ ഒരു കിച്ചൺ ബോയിയുടെ വേഷത്തിലാണ് ചന്തു അഭിനയിക്കുക. ചെറിയ റോളിലാണെങ്കിലും മോഹൻലാലിനെ കാണാനായതും സെൽഫി എടുക്കാനായതും ഒക്കെ വലിയ ഭാഗ്യമാണ് എന്നാണ് ചന്തു പറയുന്നത്. അതേസമയം സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രമായാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിടുന്നത്. മാളവിക മോഹനനാണ് നായികയാവുന്നത്. മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന 20ാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നും വന്ന മോഹൻലാലിന്റെ ചിത്രങ്ങളും മറ്റ് പിറന്നാൾ ആഘോഷങ്ങളും ഒക്കെ വൈറലായിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യം കൂടി സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രം ദർശനം നടത്തിയ ജയസൂര്യയും വിനായകനും ജയസൂര്യയും മാതൃസന്നിധിയിൽ എന്ന കുറിപ്പോടെ KN സുബ്രഹ്മണ്യ അടിക പങ്കുവച്ച ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത്. ജയസൂര്യയുടെ ഭാര്യ സരിതയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. അടുത്തിടെ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ്രാജിലെത്തിയ ജയസൂര്യയുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. അവിടെ വെച്ച് സാക്ഷാൽ ഗന്ധർവനെ കണ്ടുമുട്ടിയ നിമിഷങ്ങളും അവർ ഒരുമിച്ച് പാട്ടുപാടിയതുമൊക്കെ വൈറലായി മാറി. ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെത്തിയ നിതീഷ് ഭരദ്വാജിനെയാണ് അവർ കണ്ടുമുട്ടിയത്. പിന്നെ ഇപ്പോൾ ഇതാ വിനായകനും ജയസൂര്യയും ഒരുമിച്ചെത്തിയപ്പോഴാണ് മറ്റൊരു കൗതുകം. കാരണം വിനായകൻ അടുത്തിടെ വലിയ കോൺട്രവേഴ്സിയിലൊക്കെ പെട്ട് ആകെ ചളകുളമായിരിക്കുന്ന അവസ്ഥയായിരുന്നു. ആ സംഭവങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന അവസരത്തിലാണ് ഇങ്ങനെയൊരു മാറ്റം പ്രേക്ഷകരെ ഞെട്ടിച്ചത്. അപ്പോൾ അവർ പറയുന്നു, നല്ല കൂട്ടുകെട്ടുകൾ കിട്ടിയാൽ ഏത് ആൾക്കാരും മാറും എന്ന രീതിയിൽ. ജയസൂര്യയും വിനായകനും ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ്. അതേസമയം ജയസൂര്യയും വിനായകനും ഒന്നിക്കുന്ന ആട് 3 ലാസ്റ്റ് റൈഡ് ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നതും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി. അതിന്റെ സ്ക്രിപ്റ്റ് റീഡിംഗ് ഒക്കെ കഴിഞ്ഞ സെക്ഷനിലുള്ള വീഡിയോയും ചിത്രങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞു. സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചിത്രത്തിന്റെ ടീം മീറ്റിംഗിന്റെ വീഡിയോയും ചിത്രങ്ങളുമാണ് കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ എത്തിയത്. ജയസൂര്യയും വിനായകനും പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല. ഇരുവരും എവിടെയെന്ന ചോദ്യങ്ങളും ആരാധകർ കമന്റിലൂടെ ചോദിച്ചിരുന്നു. അപ്പോഴാണ് അവർ എവിടെയാന്നുള്ള വിവരങ്ങൾ എത്തിയത്. ഇന്നേ ദിവസം ജയസൂര്യയും വിനായകനും ഒപ്പമുള്ള ചിത്രങ്ങളൊക്കെ ഇവിടെ നിന്നുള്ളത് പങ്കുവെക്കുകയും ചെയ്തു. ജയസൂര്യയും വിനായകനും ഒന്നിക്കുന്ന 2 സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. മിഥുൻ മാനുവൽ സംവിധാനം ചെയ്യുന്ന ആട് 3യും പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന കോമഡി എന്റർടൈൻമെന്റ് സിനിമയും. പ്രിൻസ് ജോയ് സിനിമയുടെ ചിത്രീകരണമാകും ഇതിൽ ആദ്യം ആരംഭിക്കുക.